മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പരിചയം കാണും നമ്പർ സീരീസ്, സംഖ്യാ ശ്രേണികൾ. പലതരത്തിലുള്ള സംഖ്യാ ശ്രേണികളുണ്ട്. അവ എങ്ങനെയൊക്കെയാണ് തുടർന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. നാച്ചുറൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, ഈവൺ, ഓഡ്, പെർഫെക്റ്റ് സ്ക്വയർ, ക്യൂബ്, ഈ നമ്പറുകളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായ ധാരണയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര പരിചയപ്പെട്ടാലും പുതുമ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ്. ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ മുഴുവൻ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ എഴുതി നോക്കുക. എവിടെ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കാണാം. നമ്പർ സീരീസ്, സംഖ്യാശ്രേണിയിലെ 12ഓളം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും ഏത് പ്രത്യേകതയിലാണ് പോകുന്നത് എന്നറിയുന്നതിന് മുമ്പേ നമ്മൾ ചെയ്ത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, അതേപോലെ തന്നെ പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ, ഈവൺ, ഓഡ് നമ്പേഴ്സ്, ഇരട്ട, അതേപോലെ ഒറ്റ സംഖ്യകൾ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗങ്ങൾ, അതേപോലെ തന്നെ ക്യൂബ്സ്, ഘനസംഖ്യകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ക്യൂബ് എന്ന് പറയുന്നത് മിനിമം 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ 1 to 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് പഠിച്ചിരിക്കണം. സ്ക്വയേഴ്സ് ആകുമ്പോൾ ഒരു 25 വരെ, മിനിമം 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പറിനെ കുറിച്ച് നല്ലൊരു ധാരണ വേണം, ഏതൊക്കെയാണ് വരുന്നത് എന്ന്. ഏകദേശം ഒരു 30 വരെയുള്ള പ്രൈം നമ്പറിനെ കുറിച്ച്, 30 വരെയുള്ള പ്രൈം നമ്പറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അഭാജ്യ സംഖ്യകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് എന്ന ചോദ്യത്തെ സമീപിക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്പർ സീരീസാണ്, പക്ഷേ എല്ലാം ഓരോ വ്യത്യസ്ത രീതിയിലാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പരിചയം ഒന്നാമത് വേണം നമുക്ക്. രണ്ടാമത്തെ കാര്യം വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആകെ ഒരു നോട്ടം കൃത്യമായി നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. ആ ഫസ്റ്റ് നോട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇവ സ്ക്വയേഴ്സ് ആണോ, ക്യൂബ്സ് റിലേഷൻ ആണോ, ഈവൺ, ഓഡ്, അത് പ്രൈം നമ്പേഴ്സിൻ്റെതാണോ, ഡബിൾ ഇരട്ടി വന്നിട്ടുള്ളതാണോ, ഇനി 3 ഇരട്ടി 3 ടൈംസ് വന്നിട്ടുള്ളതാണോ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒന്നും അല്ലാതെ ഇല്ലോജിക്കലായിട്ട്, അതായത് വേറെ മറ്റ് സാധാരണ പ്രത്യേകതകളല്ലാതെയും നമ്മളുടെ നമ്പർ സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നോക്കുക നിങ്ങൾ, 21, 13, 34, 47, 81. സ്ക്വയറിനെ പറ്റി പറയുകയാണെങ്കിൽ 81 മാത്രമാണ് സ്ക്വയർ. ബാക്കിയുള്ളതൊന്നും സ്ക്വയറോ ക്യൂബോ അതുമായി ബന്ധപ്പെട്ട ഒരു നമ്പറും നമുക്കിവിടെ വരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് ഇവയുടെ ഡിഫറൻസ് നമ്മൾ നോക്കിക്കളയും. നോക്ക്, 21, 13, 21ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 8 കിട്ടുക, അല്ലേ? പിന്നെ നോക്കിക്കോ, 13, 34. 21, 13 കുറഞ്ഞിട്ട് വന്നു. പിന്നെ 13, 34. ഇപ്പം 21, 13, 8 കുറവാണ് വന്നത്. പിന്നീട് നമുക്ക് ഇവിടെ വരുന്നത്, കാണുന്നത് 21 കൂടുതലാണ്. നോക്ക്, അടുത്തയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് 13 കൂടുതലാണ്. ഒരു ബന്ധവുമില്ലാതെയാണ് നമ്പേഴ്സ് വ്യത്യസ്തമായി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ഇവിടെ വരാത്ത സമയത്ത് നമ്മൾ നോക്കുന്നതാണ്. ഇവിടുത്തെ നമ്പർ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. ഈ 21ഉം 13ഉം കൂട്ടിയാൽ നമുക്ക് 34 കിട്ടും. 13ഉം 34ഉം കൂട്ടിയാൽ നമുക്ക് 47 കിട്ടും. മനസ്സിലായല്ലോ? ഇതാ, 21ഉം 13ഉം കൂട്ടിയാൽ 34 കിട്ടും. 34ഉം 13ഉം 34ഉം കൂട്ടിയാൽ നമുക്ക് 13ഉം 34ഉം 1ഉം 2ഉം കൂട്ടിയാൽ 34 കിട്ടും. അതായത് മൂന്നാമത്തെ നമ്പർ കിട്ടും. 13ഉം 34ഉം കൂട്ടിയാൽ 47 അടുത്ത നമ്പർ കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇപ്പുറത്തെ നമ്പർ കിട്ടും. അപ്പോൾ 34ഉം 47ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 81 കിട്ടും. അപ്പോൾ വ്യത്യാസങ്ങളെയോ മാറ്റില്ലതോ അല്ല ഇവിടെ വരുന്നത്, മറിച്ച് ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴേക്ക് ഈ നമ്പർ വരുന്നു. ഇത് രണ്ടും കൂട്ടുമ്പോഴേക്കും
അടുത്ത നമ്പർ നമുക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് നമുക്ക് വേണ്ടുന്ന ആൻസർ. അപ്പോൾ 47ഉം 81ഉം നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 147 അല്ലേ, 48, 80, 128 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഒരു പ്രത്യേകതയിൽ നമ്മൾ വരുന്നില്ലെങ്കിലാണ് അവസാനം ഈ നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ടുള്ള ബന്ധമുണ്ടോ എന്ന് നോക്കുന്നത്. അത് വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതുപോലുള്ള വേറൊരു ചോദ്യം കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക. 32, 23, 55, 78, 133. ബന്ധമില്ല എന്ന് പെട്ടെന്ന് പറയേണ്ട ഒരു ചെറിയ കാര്യം എന്താണെന്നറിയോ? ഇതിവിടെ കുറഞ്ഞു വരുന്നു, പിന്നെ കൂടി വരുന്നു, പിന്നെ കൂടി 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 പോകുന്നു. അപ്പോൾ തന്നെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 32ഉം 23ഉം കൂട്ടിയാൽ 55, 23ഉം 55ഉം ആഡ് ചെയ്യുമ്പോൾ 23 + 55 78, 55 + 78 133, 133. അതേപോലെ 78ഉം 133ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 81, 111, 211, 211 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നതാണ് ആൻസർ 211. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും പ്രധാനപ്പെട്ടതായതുകൊണ്ടുമാണ് രണ്ട് ചോദ്യങ്ങൾ അതിൽ തന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5, 9, 18, 34, 59. അപ്പോൾ ഈ നമ്പറുകളെല്ലാം കൂടി 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 പോകുന്ന നമ്പറുകളാണ് അല്ലേ. സ്ക്വയർ എന്ന് പറയുന്നത് 9 മാത്രമേ ഉള്ളൂ, പക്ഷെ മറ്റിൽ നിന്നും സ്ക്വയർ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? ഇവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ്. 5, 9 ഡിഫറൻസ് 4, 9, 18 ഡിഫറൻസ് 9, 18, 34 ഡിഫറൻസ് 16, 34, 59 ഡിഫറൻസ് 25. അപ്പോൾ ഡിഫറൻസ് എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും. 4, 9, 16, 25 ഇവയെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. ഇത് 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ. നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? 6ന്റെ സ്ക്വയർ ആണ്. ഇതും ഈ അടുത്ത നമ്പറും തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ ഈ നമ്പർ എത്രയായിരിക്കും? 59ഉം 36ഉം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും 65, 95 ആണ് ഇവിടെ കിട്ടുക. കാരണം ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 36 അല്ലേ. ഇതും തമ്മിലുള്ള ഡിഫറൻസ് 25 ആയതുകൊണ്ട് ഇതും ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു. അപ്പോൾ ഇതും അടുത്ത നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം 36 ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് അടുത്ത നമ്പർ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 95, ഇവിടെ നമുക്ക് 95 എന്ന് കിട്ടുന്നു. അടുത്ത നമ്പർ നമുക്ക് നോക്കാം. നാലാമത്തത് നോക്കാം. 1, 9, 36, 100, 225. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ? സ്ക്വയർ ഉണ്ട്. അതേപോലെ തന്നെ അല്ലേ, ഈ നമ്പറുകളെല്ലാം ഒരു സ്ക്വയർ ആയിട്ടുള്ള നമ്പറായിട്ടാണ് വരുന്നത്. ഇത് 1ൻ്റെയാണ്, ഇത് 3ൻ്റെയാണ്, അതേപോലെ തന്നെ ഇത് 6ൻ്റെയാണ്, ഇത് 10ൻ്റെയാണ്, ഇത് 15ൻ്റെയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്പർ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ട്രയാങ്കുലർ നമ്പേഴ്സാണ്. ഏത്? 1, 3, അതേപോലെ തന്നെ 6, 10, 15 നമുക്ക് ത്രികോണ സംഖ്യകളാണ്. അപ്പോൾ അങ്ങനെ ധാരണയില്ല കുട്ടിക്ക് നമുക്ക് അടുത്ത നമ്പർ കിട്ടും കേട്ടോ. ഇതിൻ്റെ പേര് 2 കൂട്ടിയിട്ട് 3, ഇതിൻ്റെ കൂട്ട് 3 കൂട്ടിയിട്ട് 6, ഇതിൻ്റെ കൂട്ട് 4, ഇതിൻ്റെ കൂടെ 5 അടുത്ത നമ്പർ 6 കൂട്ടിയാൽ 21. അപ്പോൾ 21ൻ്റെ സ്ക്വയർ 441 ആണ് അതിൻ്റെ ആൻസർ വരിക. പക്ഷേ ഇത് ട്രയാങ്കിൾ നമ്പറിൻ്റെ പ്രോപ്പർട്ടി അറിയുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അല്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ വ്യത്യാസം കണ്ടു നോക്കുക. നമുക്ക് എത്ര കിട്ടും? 8. ഇതിൻ്റെ വ്യത്യാസം കണ്ടു നോക്കുക. 27. ഇതിൻ്റെ വ്യത്യാസം 100ഉം 36ഉം 64 വ്യത്യാസം കണ്ടില്ലേ? ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര? 125. 225 - 100, 125. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്പർ 8, 27, 64, 125. ഇത് എന്ത് നമ്പറുകളാണ്? ഇവയെല്ലാം ക്യൂബുകളാണ്, ഘനസംഖ്യകളാണ്. 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64, 5ൻ്റെ ക്യൂബ് 125. അപ്പോൾ അടുത്ത ഡിഫറൻസ് ഇങ്ങനെ വരേണ്ടത് എത്രയാണ്? 6ൻ്റെ ക്യൂബാണ്. 6ൻ്റെ ക്യൂബ് എത്രയാണ്? 216. 6, 6, 6 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 216 കിട്ടും. അപ്പോൾ 225ൻ്റെ കൂടെ 216 കൂട്ടിയാൽ നമുക്ക് ഈ നമ്പർ കിട്ടും. അപ്പോൾ 225ഉം 216ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 441. അതേ 441 ആയിരുന്നു നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതി അറിയുന്ന കുട്ടികൾ മാത്രം ആ രീതിയിൽ പോവുക. അല്ലാത്ത കുട്ടികൾ വ്യത്യാസം കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത പ്രോബ്ലം നോക്കാം. 5, 7, 10,
അതേപോലെ തന്നെ 15 22. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ വരുന്നു നോക്കാം. 5 7 10 15 22 ഈ നമ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ ഇത് വരുന്നു നോക്കിയാൽ ഇതിൻ്റെ വ്യത്യാസം നോക്കിയാൽ നിങ്ങൾ 5ഉം 7ഉം വരുമ്പോൾ 2, 7 10 വരുമ്പോൾ 3, 10 15 വരുമ്പോൾ 5, 15 22 വരുമ്പോൾ 7. ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് നോക്കിയാൽ 2 3 5 7 ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്, തുടർച്ചയായിട്ട് വരുന്ന അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അടുത്ത ഡിഫറൻസ് എന്തായിരിക്കണം? അടുത്ത അഭാജ്യ സംഖ്യ ആയിരിക്കണം. 7 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന 7 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എത്രയാണ് വരിക? 9 അല്ല, എത്രയാണ് വരിക? 11 വരിക. അപ്പോൾ ആൻസർ 22ഉം ഈ ഡിഫറൻസും കൂടെ കൂട്ടിയാലല്ലേ ഇത് കിട്ടുക. 22ഉം 11ഉം കൂട്ടിയാൽ എത്ര? 22 + 11 നമുക്ക് കിട്ടും 33. അപ്പോൾ 33 എന്ന് പറയുന്ന ആൻസർ ഇവിടെ കാണും. അപ്പോൾ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് മിക്ക പ്രോബ്ലങ്ങളും നമ്മൾ നമ്പർ സീരീസിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം. 188 184 175 159 നമുക്ക് നോക്കാം. ഇവയുടെ എല്ലാം കുറഞ്ഞു വരുന്നതാണ് അല്ലേ. ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇവിടെ 4 കുറച്ചിട്ടാണ്. ഇവിടെ നമുക്ക് നോക്കുക എത്ര കുറച്ചിട്ട് നോക്കിയാൽ 175 ഇവിടെ 9 കുറച്ചിട്ടുള്ളത്. ഇവിടെ എത്ര കുറച്ച് നോക്കിയാൽ 175 159 ആകുമ്പോൾ 16 കുറച്ചിട്ട് കിട്ടും. സബ്ട്രാക്ട് ചെയ്താൽ 16 കിട്ടും. ഡിഫറൻസ് 16 കിട്ടും. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത നോക്കിയാൽ -4 -9 -16. അപ്പോൾ അടുത്ത് എത്രയായിരിക്കും? കുറക്കണം തന്നെ വരും. എത്ര വരും? 4 9 16 എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണ വർഗ്ഗങ്ങളാണ്. അപ്പം വർഗ്ഗം എത്ര വരിക? 25. അപ്പം 159 25 കുറക്കണം, നമുക്ക് ആൻസർ കിട്ടും 134. 159 - 25 ആൻസർ 134 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.01 0.04 0.09 നെക്സ്റ്റ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്പേഴ്സിന് എനിക്ക് മനസ്സിലായി 1 ഉണ്ട് 4 ഉണ്ട് 9 ഉണ്ട്. അപ്പോൾ ഇതിൽ പെർഫെക്റ്റ് സ്ക്വയറാന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത നമ്പർ എത്ര വരും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 16 വരും. പക്ഷെ അത് എങ്ങനെ വരും എന്നുള്ളതാണ് അറിയേണ്ടത്. ഡെസിമൽ എവിടെ വരും എന്ന് അപ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത്. 0.01 എന്ന് പറയുന്നത് ആരാണ്? 0.1ൻ്റെ സ്ക്വയറാണ്. 0.04 ആരുടേതാണ്? 0.2ൻ്റെ സ്ക്വയറാണ്. ഇതോ 0.3യുടെ സ്ക്വയറാണ് അല്ലേ. അടുത്തത് അപ്പോൾ എത്ര വേണ്ടത്? 0.4ൻ്റെ സ്ക്വയറാണ് വേണ്ടത്. 0.4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ് വരിക. എത്ര ഡെസിമൽ വേണം? 0.4ൻ്റെ സ്ക്വയറിൽ ഒരു ഡെസിമൽ വരുമ്പോൾ സ്ക്വയറിൽ 2 ഡെസിമൽ വേണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 0.16 അല്ലെങ്കിൽ 0.16. ശ്രദ്ധിക്കണം ഈ കണക്ക്. അപ്പോൾ ആൻസർ വരുന്നത് 0. ഇതാണ് അതിൻ്റെ ആൻസർ വരിക 0.16. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് 1 5 25 125 (3 ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടോ നിങ്ങൾക്ക്? 1 5 25 125 -3125. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് കാണുന്ന പ്രത്യേകത? ഈ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ അടുത്ത നമ്പർ കിട്ടി. അതിനെ 5 കൊണ്ട് അല്ലേ, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ഇപ്പോൾ ഈ നമ്പർ കിട്ടി. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. അപ്പോൾ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 125നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 625. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. 625. ഡൗട്ട് ഉണ്ടെങ്കിൽ 625നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3125 എന്ന് കിട്ടും. ഓക്കെ, ഒരു നമ്പറിനെ 5ൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ കുറച്ചെണ്ണം മാത്രമേ കുറച്ച് പ്രയാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുള്ളൂ. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് 4 ഉണ്ട്. അതിൽ ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ പരിചയപ്പെടാൻ നോക്കാം. 1 1 2 6 24 120 ഇതാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 1 1 2. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കൂട്ടി നോക്കും. 1 1 2 ഉണ്ട്. പക്ഷെ 1 2 6 3 വേണ്ടത്. അപ്പോൾ ആ നമ്പർ നമുക്ക് ശരിയാവില്ല. പിന്നെ 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള റിസൾട്ട് നമുക്ക് 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ അടുത്ത് നോക്കിക്കാൻ ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇതിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 6
6നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 124. 124 6നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 24. 24നെ 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 120. ഇനി അടുത്തത് 120ന് എത്ര കൊണ്ട് ഗുണിക്കണം? 6 കൊണ്ട്. 120ന് 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആൻസർ 720 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 720. അപ്പോൾ അത് ഓരോ നമ്പറിൻ്റെയും 1, 2, 3, 4 എന്ന് പറയുന്ന ക്രമത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് പോയിട്ടാണ് ഈ നമ്പർ, ഈ സീരീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ. ഇത് കണ്ടോ, 1, 3, 9, 31, 1, 2, 1 ഇതാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കോളൂ. ഇതിലിപ്പോൾ 1 ഉണ്ട്, 9 ഉണ്ട്, സ്ക്വയറിലുണ്ട്. പിന്നെ വ്യത്യാസം നോക്കാം. വ്യത്യാസം ഇവിടെ 2 വരുന്നുണ്ട്, പക്ഷേ ഇവിടെ 6 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ നമ്പർ 22 വരുന്നുണ്ട്. ഇവിടെ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് എത്ര വരും? 98ൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് ഇവിടെ നമുക്ക് ശരിയാവില്ല. പിന്നെ ഈ നമ്പറുകളെല്ലാം ഒരു മൾട്ടിപ്ലൈ മോഡൽ വലിയൊരു നമ്പറായിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ 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 നമ്പറായിട്ട് തന്നെയാണ് പോകുന്നത് അല്ലേ? ഈ 1, 2, 6 എന്നെല്ലാം പറഞ്ഞ മാതിരി തന്നെ വലിയ വലിയ നമ്പറായിട്ടാണ് പോകുന്നത്. കൂട്ടി കൂട്ടി പോകുന്ന വരി ഇതല്ല, വലിയൊരു നമ്പറായിട്ടാണ് പോകുന്നത്. 9ൻ്റെ ഒരൊറ്റ സ്റ്റെപ്പ് 31ലേക്ക് എത്തി. 31ൻ്റെ ഒറ്റ സ്റ്റെപ്പ് 129ലേക്ക് നമുക്ക് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? ഈ 1ഉം 3യും തമ്മിൽ എന്തെങ്കിലും 1 × 3 3 ആണ്, 3 × 3 9 ആണ്, 9 × 3 31 അല്ല. അപ്പോൾ ആ തരത്തിൽ നമുക്കാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് 1ന് നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഇപ്പം 1 ഞാൻ കുറച്ച് ദൂരം എഴുതാം. 3, 9, 31, 1, 2, 9 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1ന് 1 കൊണ്ട് ഗുണിച്ചാൽ 1 ആയി. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താൽ 3 ആയി. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി 3ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആയി. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 9 ആയി. 9ൻ്റെ കൂടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 27 ആയി, 27 ആയി. അതിൻ്റെ അപ്പുറം 4 എന്തായി? 31 ആയി. അടുത്ത നമ്പർ, ഈ പോകുന്ന നമ്പർ നോക്കിയാൽ ഗുണിക്കുന്ന നമ്പർ നോക്കിയാൽ ഇതാ ×1 ആണെങ്കിൽ +2, ×2 ആണെങ്കിൽ +3, ×3 ആണെങ്കിൽ +4. അടുത്ത അപ്പോൾ എത്ര വേണം? ×4 വേണം. അപ്പോൾ +5 വരണം. 31 4 124 124 5 129. അടുത്ത എത്ര വേണം? ×5 വരണം, +6 വരണം. അപ്പോൾ 5നെ 129 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 100 500 29 145. അപ്പോൾ 645ഉം 6ഉം എത്ര കിട്ടും? 645 + 6 നമുക്ക് ഉത്തരം കിട്ടും 651 കിട്ടും. ഓക്കെ, 651 നമ്പർ അതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കഴിവ് കുറച്ചും കൂടെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ അവസാനം കൊടുത്ത 3 എണ്ണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, 11, 23, 47, 95. ഇതും വലിയൊരു ജമ്പിങ് തന്നെയാണ് അല്ലേ? ഇവിടെ 6 കൂടി, ഇവിടെ 12 കൂടി, ഇവിടെ 24 കൂടി, ഇവിടെ 48 കൂടി അല്ലേ? അപ്പോൾ 6, 12, 24, 48 ആ തരത്തിൽ നമുക്കിത് വേണം ചെയ്യാം. വേറൊരു തരത്തിൽ നമുക്ക് ഇതിൻ്റെ 5നെ നമ്മളിപ്പോൾ നോക്കൂ. 5, 11, 23, 47 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ 5ൻ്റെ ഇരട്ടി എത്ര? 5 × 2 10. അതിൻ്റെ പുറം 1 കൂട്ടി. 11ൻ്റെ ഇരട്ടി എത്ര? 22. അതിൻ്റെ പുറം 1 കൂട്ടി. 23ൻ്റെ ഇരട്ടി ഡബിള് 46. അതിൻ്റെ പുറം 1 കൂട്ടി. അപ്പോൾ ഈ നമ്പറുകളെല്ലാം പോകുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡബിളിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 47ൻ്റെ ഡബിൾ 94 +1 95. ഇപ്പോൾ 95 കഴിഞ്ഞാൽ അടുത്ത എത്രയാണ് വരിക? 95ൻ്റെ ഡബിൾ 190 വരും. ആ 190ൻ്റെ അപ്പുറം 1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 191 കിട്ടും. അതായത് 190 + 1 നമുക്ക് ഉത്തരം 191 കിട്ടും. ആ തരത്തിൽ കിട്ടും. ഇനി വേറൊരു തരത്തിൽ ചെയ്യുന്നെങ്കിൽ ഇതാ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പോയാലും നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? ഇവിടെ 6 വ്യത്യാസം, 12 വ്യത്യാസം, 24, 48, 96 വ്യത്യാസം. ഇവിടെ 96ൻ്റെ ഡിഫറൻസ് വരും. അപ്പോൾ 95, 96 ആഡ് ചെയ്താലും 191 കിട്ടും. ഇനി അതിലത്തെ ഈ പ്രോബ്ലത്തിൽ ഏറ്റവും നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ 5 മിനിറ്റ് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളൂ.
ഓക്കെ, ഇത് ഞാനൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ മാതിരി തന്നെയാണ് ഈ ക്വസ്റ്റ്യനെ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക സ്വന്തം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഈ നമ്പറിൻ്റെ പ്രത്യേകത നോക്കുക, 4048 24 64 176 എന്നുള്ളതാണ്. അപ്പോൾ ഡബിള് നോക്കെ ഈ 0ൻ്റെ ഡബിളായിട്ട് എടുക്കുക, 0 ഒഴിവാക്കുക, 4ൻ്റെ ഡബിൾ 8, 8ൻ്റെ പിന്നെ 24, പിന്നെ 64. ഇപ്പോൾ ഇങ്ങനെ നമ്പറുകൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. 0ഉം 4ഉം കൂട്ടുക, 0ഉം 4ഉം കൂട്ടിയ എത്ര? 4 കിട്ടും. ആ 4ന് ഡബിൾ എടുക്കുക, എത്ര കിട്ടും നമുക്ക്? 8 കിട്ടും. 4 2 8. ഇനി 4ഉം 8ഉം കൂടെ കൂട്ടുക, നമുക്ക് എത്ര കിട്ടും? നമുക്ക് 12. 12ൻ്റെ ഡബിൾ എടുക്കുക, ഇൻറ്റു 2, എത്ര കിട്ടി? 24. ഇനി 24ഉം 8ഉം 24ഉം കൂടെ കൂട്ടുക, എത്ര കിട്ടും? നമുക്കത് 32 കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡബിൾ എടുക്കുക, ഇത് കിട്ടും. അപ്പോൾ അടുത്ത ഇത് രണ്ടും കൂടെ കൂട്ടിയതിൻ്റെ ഡബിൾ എടുത്താണ് ഇത് വരുന്നുണ്ടാവുക. അടുത്തത് ഇത് രണ്ടും കൂട്ടിയതിൻ്റെ ഡബിൾ എടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 64ഉം 176ഉം കൂടെ കൂട്ടുമ്പോൾ 64 + 176 180 240 കിട്ടും. ആ 240ൻ്റെ ഡബിൾ എടുക്കുക, എത്ര കിട്ടും? നമുക്ക് 480 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തത്. മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം, ചെയ്യുന്നുണ്ടാകാം. ഞാൻ ഒരു രസത്തിന് തമാശയായിട്ട് ചലഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെറിയ പരീക്ഷകൾക്കൊന്നും ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വരില്ല. ഇതിങ്ങളിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഈ SSC UPSC പോലുള്ള പരീക്ഷകൾക്കാണ്. സാധാരണ പരീക്ഷകൾക്ക് തൊട്ട് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റിൽ നമുക്ക് വേണ്ടുന്ന കാര്യം എന്താ? ക്വസ്റ്റ്യൻ ഓവറോൾ ലുക്കിംഗ് ആണ് നമുക്ക് വേണ്ടത്. ആകെ ഒരു നോട്ടമാണ് വരേണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബേസിക്കായി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലേക്കൂടെ ആദ്യം നിങ്ങൾക്ക് വരണം. അതിനുശേഷം മാത്രമേ ഓരോരോ ചോദ്യത്തിന് പ്രത്യേകതയുള്ള ചോദ്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.